ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. അരുണാചലിൽ 46 സീറ്റുകളിൽ വിജയിച്ച് ബിജെപി അധികാരത്തിലേക്ക്. 10 സീറ്റിൽ ബിജെപി നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവശേഷിച്ച 50 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലാണ് ഇന്ന് നടന്നത്. സിക്കിമിൽ 32 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്ക് മിന്നുന്ന ജയം. 31 സീറ്റുകളിൽ എസ്കെഎം വിജയിച്ചു. അരുണാചലിൽ ബിജെപിയെ വീണ്ടും അധികാരത്തിലെത്തിച്ച ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. മികച്ച വിജയം നേടിയ സിക്കിം ക്രാന്തികാരി മോർച്ച പാർട്ടിയെയും മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. രാവിലെ 8-നാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു. തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കേരളത്തിൽ ഏകീകൃത സംവിധാനം സജ്ജമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷൻ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം ഫലമറിയാനാകും. results.eci.gov.in വഴിയാണ് ഫലം ലഭ്യമാവുക. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ നിർവഹിക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ ഇത്തവണ 1ാം ക്ലാസ്സിലെത്തുമെന്നാണ് പ്രതീക്ഷ. പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 1 മുതൽ 9 വരെ ക്ലാസുകളിൽ ഓൾ പാസ് രീതി മാറ്റി പഠനവും പരീക്ഷയും കുറ്റമറ്റ രീതിയിലാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും മിനിമം മാർക്ക് വേണമെന്ന തീരുമാനം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ച സമഗ്ര പ്ലസ് പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് 1, 3, 5, 7, 9 ക്ലാസുകളിലേക്ക് കൈറ്റ് തയ്യാറാക്കിയ സമഗ്ര പ്ലസിലൂടെ പുതിയൊരു ഡിജിറ്റൽ പഠനാനുഭവം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും മറ്റ് യാത്രക്കാരുടെയും തിരക്കിനനുസരിച്ചുള്ള യാത്രാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി കെഎസ്ആർടിസി. അവധിക്കാലത്ത് നിർത്തിവച്ചിരുന്ന വിദ്യാർത്ഥി ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. തിരക്കിനനുസരിച്ച് അഡീഷണൽ ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ട നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. റേമൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള സ്ഥിതിഗതികളും രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം വിലയിരുത്തി. സംസ്ഥാനങ്ങളിലെ നിലവിലെ സാഹചര്യം ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. കെടുതികൾ നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലയോര മേഖലകളിലടക്കം ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം ഒഴിവാക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വേളൂർ സെന്റ് ജോൺ LPS, പുളിനാക്കൽ സെന്റ് ജോൺ UPS, കല്ലുപുരയ്ക്കൽ ഗവൺമെന്റ് LPS, കല്ലുപുരയ്ക്കൽ ഗവൺമെന്റ് UPS എന്നീ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. കൊല്ലം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് UPS കുമാരൻചിറ ശൂരനാട് സൌത്ത്, ഗവൺമെന്റ് UPS തെന്നല ശൂരനാട് നോർത്ത്, ഗവൺമെന്റ് LPS അഴകിയകാവ് കുന്നത്തൂർ, അമൃത UPS പാവുമ്പ കരുനാഗപ്പള്ളി, മീനാക്ഷി വിലാസം ഗവൺമെന്റ് LPS പേരൂർ എന്നീ സ്കൂളുകൾക്കും പത്തനംതിട്ട ജില്ലയിൽ കവിയൂർ എടക്കാട് GLPS, തിരുമൂലപുരം SNV സ്കൂൾ, മുത്തൂർ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂൾ, പെരിങ്ങല സെന്റ് ജോൺ GLPS എന്നീ സ്കൂളുകൾക്കും കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ 448 സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയനിലെ 290 വനിതകളും KAP 5ാം ബറ്റാലിയനിലെ 158 പുരുഷന്മാരുമാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 9 മാസമായിരുന്നു പരിശീലന കാലാവധി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സ്ത്രീകൾക്ക് മാത്രമായുള്ള ഹജ്ജ് വിമാനം നാളെ ഉച്ചയ്ക്ക് 1:30 യാത്ര തിരിക്കും. നാളെ 2 വിമാനങ്ങൾ ഹജ്ജ് സർവീസ് നടത്തും. അതിനിടെ ആദ്യ ഹജ്ജ് സംഘം പുണ്യഭൂമിയിലെത്തി. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് രക്ഷിതാക്കൾക്കായി വിദ്യാ വാഹന ആപ്പ് സജ്ജമാക്കി. GPS സംവിധാനം ഉപയോഗിച്ച് കുട്ടി സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപകരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.